നമസ്കാരം. ശ്രീ സ്റ്റാലിൻ ദേവൻ. ഇന്ന് ഇന്ത്യയിലെങ്ങും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ വഖഫ് ബോർഡ്, വഖഫ് ആക്ട് എന്നിവ. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് മുനമ്പത്തെ യഥാർത്ഥ പ്രശ്നമെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറയാമോ? മുനമ്പത്ത് മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗത്തും ഇപ്പോൾ ഒരു വഖഫ് ഭീകരത തന്നെ നിലനിൽക്കുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വർഷങ്ങളായിട്ട് കരമൊക്കെ അടച്ച് താമസിക്കുന്ന ഒരു വസ്തുവിൽ നമ്മൾ പോലും അറിയാതെ ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് നമ്മുടെ വസ്തു അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ പറ്റും. നമ്മൾ പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെന്തെങ്കിലും ഈ വലിയ ഓഫീസിൽ കരമടയ്ക്കാൻ പോകുമ്പോഴായിരിക്കും നമ്മളെ ധരിപ്പിക്കുന്നത് നിങ്ങളുടെ വസ്തു വഖഫ് ബോർഡ് കൊണ്ടുപോയി എന്ന്. 1995 മുൻപ് ഇങ്ങനെ എന്തെങ്കിലും നടപടികൾ അല്ലെങ്കിൽ വഖഫ് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡിസ്പ്യൂട്ടുള്ള പക്ഷം അത് വഖഫ് ബോർഡും ഏത് വ്യക്തിയുടെ വസ്തുവാണോ ക്ലെയിം ചെയ്തത് ആ വ്യക്തിയും ഓരോ കക്ഷികളായി ബഹുമാനപ്പെട്ട സിവിൽ കോടതിയുടെ മുന്നിൽ പോയി അവരുടെ പ്രശ്ന പരിഹാരം നടത്തുമായിരുന്നു. എന്നാൽ 1995 പുതിയ വഖഫ് ആക്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, അതിനു മുമ്പ് രണ്ട് കക്ഷികളിൽ ഒരു കക്ഷി ആയിരുന്ന വഖഫ് ബോർഡിനെ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി ആയി പ്രഖ്യാപിച്ചിട്ട് അവർക്ക് ഒരു കക്ഷിയായിരുന്ന വഖഫ് ബോർഡിന് തന്നെ സ്വന്തമായിട്ട് ഏത് വസ്തു വേണമെങ്കിലും വഖഫ് പ്രോപ്പർട്ടിയായിട്ട് പ്രഖ്യാപിക്കാനുള്ള അധികാരം കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇന്നിപ്പോ തമിഴ്നാട്ടിലും 6 ഗ്രാമങ്ങൾ ഏറ്റെടുത്തു, മുനമ്പത്ത് വന്നിട്ട് 610 കുടുംബങ്ങളിലെ ഭൂമി ഏറ്റെടുത്തു, താജ്മഹൽ ഏറ്റെടുക്കുന്നു, പാർലമെന്റ് ഹൗസ് ഏറ്റെടുക്കുന്നു. അങ്ങനെ കണ്ണി കണ്ടത് അത്രയും അവർക്ക് വഖഫ് എന്ന് തോന്നുകയൊക്കെ വഖഫാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ മുനമ്പത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളൊക്കെ കുറെ കെട്ടുകഥകളാണ് ഇതുവരെ കേട്ടിരുന്നത്. ഇന്ന് ആദ്യമായിട്ട് ഞാനാണ് അതിന്റെ 1950 മുൻപുള്ള യഥാർത്ഥ ചരിത്രം പറയാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ കേട്ടത് 1902 അന്നത്തെ ആയില്യം തിരുനാൾ മഹാരാജാവ് ഒരു സത്താർ സേട്ടുവിന് മുനമ്പം വസ്തു പാട്ടത്തിന് കൊടുത്തിരുന്നുവെന്നും കൃഷി ആവശ്യത്തിനായിട്ട് പാട്ടത്തിന് കൊടുത്തിരുന്നുവെന്നും അങ്ങനെ ഇരിക്കെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ 1948 അദ്ദേഹത്തിന്റെ മകനെന്ന് പറയുന്നവരുണ്ട്, മരുമകനെന്ന് പറയുന്നവരുണ്ട്, മകളുടെ ഭർത്താവ് എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു സിദ്ദിഖ് സേട്ടുവിന് കൊടുത്തു എന്നും സിദ്ദിഖ് സേട്ടു 1950 അത് കോഴിക്കോട്ടെ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് കൊടുത്തു എന്നും ആണ് നമ്മൾ ഇതുവരെ അറിഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ 1950 നവംബർ മാസം 1-ാം തീയതി സിദ്ദിഖ് സേട്ടു എഴുതിയ പ്രമാണത്തിൽ അതൊരു വഖഫ് ഡീഡാണെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വഖഫ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം അദ്ദേഹത്തിന് പരിപൂർണ ഉടമസ്ഥതയുള്ള ഏതെങ്കിലും വസ്തുവിന്റെ ഒരു ഭാഗം എന്നേക്കുമായി യാതൊരുവിധ കണ്ടീഷനും പറയാതെ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്നതാണ് വഖഫ്. അപ്പോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല 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 കേസുകളിലും ആൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഡീഡില് വഖഫ് എന്ന് എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നല്ലാതല്ല ആ ഡീഡിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. മറിച്ച് അതിൽ ആ ഡീഡ് എക്സിക്യൂട്ട് ചെയ്ത ആളിന്റെ മനോനില എന്തായിരുന്നു, എന്നേക്കുമായി അള്ളാഹുവിലേക്ക് ഒരു ദാനം നൽകാനായിരുന്നോ അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം, അതോ അല്ലായിരുന്നോ എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രമാണം നമ്മൾ പ്രഥമ ദൃഷ്ട്യ വായിക്കുമ്പോൾ ഇതിലൊരു വഖഫ് ഡീഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും അതിന്റെ താഴോട്ട് പോകുമ്പോൾ ഫറൂഖ് കോളേജിന് ക്രയവിക്രയ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അതും കൂടാതെ വീണ്ടും പറയുന്നു, എന്നെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും കാരണവശാൽ ഫറൂഖ് കോളേജിന്റെ പ്രവർത്തനം നിലച്ചു പോകുന്ന പക്ഷം അതിൽ ബാക്കി എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടായിരിക്കുകയാണ് എങ്കിൽ അത് ഈ സിദ്ദിഖ് സേട്ടുവിന്റെ തന്നെ പിൻ തലമുറക്കാർക്ക് ലഭ്യമാകും എന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോ അത് കാണിക്കുന്നത് അതൊരു വഖഫ് ഡീഡ് ആയിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും
1902 സത്താർ സേട്ടുവിന് 1000 തിരുനാൾ വസ്തു കൊടുത്തതായിട്ട് ഒരു തെളിവും ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഇതൊക്കെ ഒരു കെട്ടുകഥയാണ്. സിദ്ദിഖ് സേട്ടുവും സത്താർ സേട്ടുവും തമ്മിൽ എന്തെങ്കിലും രക്തബന്ധം ഉള്ളതായിട്ട് ഉള്ള ഒരു രേഖയും ഇതുവരെ തന്നെ വെളിച്ചത്ത് വന്നിട്ടില്ല. അപ്പോ ഇതുവരെ എല്ലാവരും 1950 ശേഷം ഉള്ള കഥയാണ് പറഞ്ഞതെങ്കിൽ ഞാൻ ഡോക്യുമെന്ററി എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ 1950 പുറകിലുള്ള പിന്നോട്ടുള്ള വർഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ അന്നത്തെ പല ഡോക്യുമെന്റുകളും സ്വായത്തമാക്കിയത്. അപ്പോൾ ഇന്ന് മുനമ്പത്ത് നടക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു വഖഫാണോ അതോ അവിടെ 10-35 വർഷമായിട്ട് കരം തീർത്ത് വീടും ഒക്കെ കെട്ടി താമസിച്ചു വരുന്ന ആൾക്കാരുടെ വസ്തു ആണോ എന്നുള്ളതാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളുടെ വെളിച്ചത്തിൽ നാം പരിശോധിക്കുകയാണെങ്കിൽ അത് അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ സ്വന്തം ഭൂമിയാണ്. മറിച്ച് ഇന്ത്യൻ ഭരണഘടനയുമായി യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത ശരീഅത്തിലായുടെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ, അതായത് വഖഫ് ആക്ടിന്റെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അവർക്ക് ക്ലെയിം ചെയ്യാം ഇതൊരു വഖഫ് പ്രോപ്പർട്ടിയാണെന്ന്. കാരണം അതിന്റെ ബേസിക് ഡീഡില് 1950 ഡീഡില് വഖഫ് എന്ന് 2 സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. അതിനാൽ ആണ് അവരിപ്പോൾ വഖഫ് പ്രോപ്പർട്ടിയാണ് എന്നും പറഞ്ഞ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. അതിന്റെ കേസുകളും മറ്റു കാര്യങ്ങളും നടന്നു വരികയാണ്. ശരി. 1950 നവംബർ മാസം 1-ാം തീയതി സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിക്ക് കൊടുത്ത 875-ാം നമ്പർ ആധാരം താങ്കളുടെ അഭിപ്രായത്തിൽ ഒരു വഖഫാണോ? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വഖഫ് ഉണ്ടാക്കുന്ന ആളിന് തന്നെ പ്രത്യേക ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞിരിക്കണം, 18 വയസ്സാണ്. പിന്നെ അദ്ദേഹം മാനസിക പ്രശ്നം ഒന്നും ഉള്ള ഒരു ആളായിരിക്കാൻ പാടില്ല. പിന്നെ വന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം വഖഫ് ആക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തു അദ്ദേഹത്തിന്റെ സ്വന്തം വസ്തു ആയിരിക്കണം എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഉള്ള നിബന്ധന എന്ന് പറയുന്നത് വസ്തു എന്നേക്കുമായി അതിന്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിന് കൈമാറ്റം ചെയ്യാൻ സന്നദ്ധനായിരിക്കണം. അടുത്തതായിട്ട് യാതൊരുവിധ കണ്ടീഷനും വയ്ക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കും. ഒറ്റ കണ്ടീഷനെ വയ്ക്കാൻ പറ്റൂ, അതായത് അദ്ദേഹത്തിന് എന്തെങ്കിലും കടങ്ങൾ ആർക്കെങ്കിലും വീട്ടേണ്ടതായിട്ട് ഉണ്ടെങ്കിൽ അത് വീട്ടിയതിനു ശേഷം മാത്രം ആയിരിക്കും ഈ വഖഫ് ഡീഡ് പ്രാബല്യത്തിൽ വരിക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്പർ 1, സിദ്ദിഖ് സേട്ടുവിന് ഈ വസ്തുവിൽ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ളത് ആർക്കും അറിയാൻ പാടില്ല. അടുത്തതായിട്ട് ഇദ്ദേഹം എന്നേക്കുമായി അതിന്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് ആ പ്രമാണം തന്നെ കാണിക്കുന്നു. മൂന്നാമതായിട്ട് ഫറൂഖ് കോളേജിന് ക്രയവിക്രയ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടാണ് ആ പ്രമാണം എഴുതപ്പെട്ടത്. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ആ വസ്തുവിന്റെ ടൈറ്റിൽ ആർക്ക് വേണമെങ്കിലും എന്ന് വേണമെങ്കിലും മാറ്റം ചെയ്യപ്പെടാം എന്നുള്ള വ്യവസ്ഥ. അത് വഖഫിന് വിരുദ്ധമാണ്. വഖഫ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉടമസ്ഥാവകാശം എന്നേക്കും അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും. അതിനാൽ തന്നെ ഞാൻ മാത്രമല്ല, ഇവിടെ വളരെ വലിയ വക്കീലന്മാരും റിട്ടയർഡ് ജഡ്ജിമാരും ഒക്കെ ആ ഒരു പ്രമാണം ഒരു വഖഫ് പ്രമാണം അല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നിയമപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പ്രമാണം ഒരു വഖഫ് ഡോക്യുമെന്റ് അല്ല. മുനമ്പത്തെ വസ്തു ഒരു വഖഫാണെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതായി പലരും പല ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പറഞ്ഞു കേൾക്കുന്നു. അതിന്റെ സത്യാവസ്ഥ എന്താണ്? അതിന്റെ സത്യാവസ്ഥയാണ് എന്റെ കയ്യിലിരിക്കുന്ന 2 ജഡ്ജ്മെന്റ്. ഇത് വന്നിട്ട് 1967 OS നമ്പർ 53, ഒറിജിനൽ സ്യൂട്ട് നമ്പർ 53, പറവൂർ സബ് കോടതിയുടെ ജഡ്ജ്മെന്റ് ആണ് ഇത്. അതിന് മേലിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച 1975 നവംബർ മാസം 1-ാം തീയതിയിലെ ജഡ്ജ്മെന്റും ആണ്. നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒറിജിനൽ സ്യൂട്ടിൽ 22 ഇഷ്യൂസ് ഫ്രെയിം ചെയ്തിരുന്നു. അത് ഒരിടത്ത് പോലും ഇതൊരു വഖഫ് പ്രോപ്പർട്ടിയാണോ അല്ലയോ എന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. മറിച്ച് ഇതിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് 3-ാമത്തേതാണ്.
is the gift deed relied on by the plaintiff binding on the property claimed to be in the possession of the defendants. അതായത് പറവൂർ സബ് കോടതി 1967 പരിഗണിച്ച ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന ഗിഫ്റ്റ് ഡീഡ് അതുമായിട്ട് ആ കേസിലെ ഡിഫൻഡൻസിന് എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ കേസ് തുടങ്ങിയത് തന്നെ ഇത് ഒരു ഗിഫ്റ്റ് ഡീഡായിരുന്നു എന്നും പറഞ്ഞിട്ടാണ് കോടതി അത് പരിഗണിച്ചതും ഇതൊരു ഗിഫ്റ്റ് ഡീഡ് ആണെന്നും പറഞ്ഞിട്ടാണ്. അതിനുശേഷം 1975 ഹൈക്കോടതി ജഡ്ജ്മെന്റ് നവംബർ 1 ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവാണ് ഈ ഇരിക്കുന്നത്. അതിൽ പറയുന്നു, ദ പ്ലെയിൻഡ് ഷെഡ്യൂൾ ഐറ്റംസ് ബിലോങ് ടു ആൻഡ് ആർ ഇൻ പൊസിഷൻ ഓഫ് ദ പ്ലെയിൻറ്റിഫ്. അതായത് ഈ കേസിലെ വാദികളുടെ വാദം തന്നെ ഇത് ഫറൂഖ് കോളേജിന്റെ വസ്തുവായിരുന്നു എന്നും അത് അവരുടെ കൈവശം ആയിരുന്നു എന്നും ആണ്. അതിനുശേഷം പറയുന്നു, സിദ്ദിഖ് സേഠ് ഇൻ ഹിസ് turn transferred the entire area of 404.76 acres to the west of the canal to the plaintiff. സിദ്ദിഖ് സേഠ് ഈ 404.76 ഏക്കർ പെരയിടം ഫറൂഖ് കോളേജിന് കൊടുത്തു എന്ന് പറയുന്നു. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 11ാമത്തെ ഖണ്ഡികയുടെ അവസാന ഭാഗത്താണ്. അതായത് we are also of the opinion that Siddiq Said, who wanted to make a generous gift to the college, ഒരു വലിയ സമ്മാനം കോളേജിന് കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്ന സിദ്ദിഖ് സേഠ് എന്നാണ്, would not have thought of including any property which was not included in his title deed or which was not in his actual possession. അതിനാൽ ആ ഡീഡില് തന്റേതല്ലാത്ത എന്തെങ്കിലും വസ്തു അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്യും എന്ന് ഈ കോടതി വിശ്വസിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അല്ലാതെ ഹൈക്കോടതിയോ പറവൂർ സബ് കോടതിയോ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇതൊരു വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഇത് ഇഷ്ടദാനമായി ഫറൂഖ് കോളേജിൽ കിട്ടിയ വസ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നേരത്തെ ചോദിച്ചതുപോലെ ഒക്കെ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ജഡ്ജ്മെന്റ് വായിച്ചിട്ടല്ലല്ലോ ഇരിക്കുന്നത്, അവരെയൊക്കെ പറ്റിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെയുള്ള വീമ്പ് പറച്ചിലൊക്കെ നടത്തുന്നത്. ഈ വിഷയത്തിൽ വളരെയധികം പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേക്ക് ഇതിനെക്കുറിച്ച് കുറെ പുതിയ തെളിവുകൾ കൂടി കിട്ടിയിട്ടുണ്ടെന്ന് പറയും. ആ തെളിവ് എന്താണ്? ആ തെളിവിന്റെ പ്രാധാന്യം ഇവിടെ എന്താണ്? എനിക്ക് കിട്ടിയ തെളിവ് മാരകമാണ്. അതായത് മുനമ്പം വസ്തു വഖഫാണെന്നും അത് വഖഫ് ബോർഡിനും അവകാശപ്പെട്ടതാണെന്ന് പറയുന്ന വഖഫ് ബോർഡിന്റെ ക്ലെയിമിന്റെ അടിവേരറുക്കുന്ന ഒരു കണ്ടെത്തലാണ് ഞാൻ നടത്തിയത്. കാരണം ആദ്യമായി ഞാൻ ചെയ്തത് ഈ 1950 സിദ്ദിഖ് സേഠ് ഒരു പ്രമാണം എഴുതിയല്ലോ, അത് വഖഫ് ആയിക്കൊള്ളട്ടെ അല്ല ഗിഫ്റ്റ് ഡീഡ് ആയിക്കോട്ടെ സെയിൽ ഡീഡ് ആയിക്കോട്ടെ വാട്ട് എവർ ഇറ്റ് മേ ബി, അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ വസ്തു കിട്ടിയത് 1948 ഒരു ജിംബു ഭായി എന്ന സ്ത്രീ അദ്ദേഹത്തിന് വിലയ്ക്ക് കൊടുത്ത വസ്തു ആണ് എന്നായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ പുറകോട്ടൊരു യാത്ര തുടങ്ങുകയാണ്. കാരണം എനിക്ക് ഈ പഴയ പ്രമാണങ്ങളൊക്കെ വായിക്കേണ്ട അവസ്ഥ ജീവിതത്തിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാഠം എന്ന് പറയുന്നത് ഒരിക്കലും ഈ പഴയ പ്രമാണങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. എപ്പോഴും പഴയ പ്രമാണങ്ങൾ നമ്മൾ എപ്പോഴും സംശയദൃഷ്ടിയോടുകൂടി നോക്കിയാൽ മാത്രമേ നമുക്ക് സത്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. അപ്പോൾ അതേ മനസ്സോടുകൂടി ഞാൻ പോയപ്പോൾ വളരെ വളരെ വിചിത്രമായ കാര്യങ്ങളാണ് എൻ്റെ മുന്നിൽ മറനീക്കി പുറത്തു വന്നത്. അപ്പോൾ നമ്മുടെ ഒരു പുതിയ കഥ ആരംഭിക്കാൻ പോവുകയാണ്. അത് 1945 ആണ് സംഭവിച്ചത്. 1945 മേടമാസം 6-ാം തീയതി മൂസ എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെടുന്നു. അദ്ദേഹത്തിന് അന്ന് 6 വയസ്സുള്ള മൈനറായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയാണ് നമ്മുടെ കഥയിലെ കഥാനായിക. ഇന്നും മുനമ്പത്തിന്റെ ഭാവി തീർച്ചയായിട്ടും ആമിനയുടെ പേരിലായിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആമിനയാണ് തീരുമാനിക്കാൻ പോകുന്നത് മുനമ്പം
ഒരു വഖഫാണോ അല്ലയോ എന്ന്. കാരണം ആമിനയുടെ അച്ഛനായിരുന്നു മൂസയുടെ അച്ഛനായിരുന്നു അബ്ദുൽ കരീം. ഈ അബ്ദുൽ കരീമിന്റെ അച്ഛനായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടിട്ടുള്ള അബ്ദുൽ സത്താർ. ഇവരൊക്കെ അതിസമ്പന്നരായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് 3 സംസ്ഥാനങ്ങളിലായി. ഇവിടെയൊക്കെ ട്രാവൻകൂർ, കൊച്ചി, ബ്രിട്ടീഷ് രാജ്യം, ഇങ്ങനെയുള്ള 3 സംസ്ഥാനങ്ങളിലായിട്ട് ആയിരക്കണക്കിന് ഏക്കർ വസ്തുക്കളുടെ കൈവശാവകാശം, ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നോ പാട്ടത്തിലായിരുന്നോ എന്ന് നമുക്കറിയില്ല. പക്ഷേ കൈവശാവകാശത്തിൽ ഇത്രയധികം വസ്തുക്കൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു അബ്ദുൽ സത്താർ സേഠ്. അദ്ദേഹത്തിന് 2 മക്കളായിരുന്നു. ഒന്ന് റുക്കി ബായി, മകൻ വന്നിട്ട് നേരത്തെ പറഞ്ഞ അബ്ദുൽ കരീം സേഠ്. അങ്ങനെ അദ്ദേഹം മരിച്ചതിന് ശേഷം അപ്പോ ഈ മുസ്ലിം ലോ പ്രകാരം ഇത് അവരുടെ പിന്തുടർച്ചാവകാശ നിയമപ്രകാരം വന്നിട്ട് ഒരു മുസ്ലിം വ്യക്തി മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ആദ്യം ഷെയർ കിട്ടും, പിന്നെ അച്ഛന് കിട്ടും, അപ്പൂപ്പന് കിട്ടും, അമ്മയ്ക്ക് കിട്ടും, പിന്നെ സഹോദരന്റെ മകന് കിട്ടും, അങ്ങനെ സഹോദരന് കിട്ടും. അങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ സാധാരണ ഹിന്ദുക്കളെ പോലെയൊന്നുമല്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പിന്തുടർച്ചാവകാശമാണ് മുസ്ലിം സുന്നികൾക്ക് ഉള്ളത്. ഇവർ സുന്നികളാണ്. അപ്പോൾ ഇതില് ഈ വസ്തുക്കൾ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി, അതായത് ഈ മരിച്ചുപോയ വ്യക്തിയുടെ വസ്തുക്കൾ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി സഹോദരിമാർ തമ്മിൽ അടിയും കേസും വഴക്കും ഒക്കെ ആയി. അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ ഈ പറഞ്ഞ കഥാനായകൻ സിദ്ദിഖ് സേട്ടു അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. എങ്ങനെ കോടതിയിൽ നിന്നും ഒരു റിസീവറായി അദ്ദേഹത്തെ നിയമിക്കുകയും ഈ മൈനറായ പെൺകുട്ടിയുടെ രക്ഷാകർത്താവായി ലീഗൽ ഗാർഡിയനായിട്ട് അദ്ദേഹത്തെ താൽക്കാലികമായി നിയമിക്കുകയും ചെയ്തു. ശരി. അപ്പൊ നമ്മൾ ഈ കേട്ടതിൽ നിന്നും സിദ്ദിഖ് സേട്ടു ഈ അബ്ദുൽ സത്താർ സേട്ടുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ് എന്നാണ്? അബ്സല്യൂട്ട്ലി നോ റിലേഷൻ. നമ്മൾ ഈ ഡോക്യുമെന്റ് പരിശോധിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ബന്ധം ഉള്ളതായിട്ട് ഒരു രേഖകളും ഇല്ല. അദ്ദേഹത്തെ കോടതി ഈ മൈനറായ കുട്ടിയുടെ ഗാർഡിയനായിട്ടും കൂടാതെ ആ ടോട്ടൽ വസ്തുക്കളുടെ റിസീവറായിട്ടും ആണ് നിയമിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ആ ഭാഗപത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വിചിത്രമാണ്. ഈ കുട്ടിക്ക് വേണ്ടി ഒപ്പിട്ടിരിക്കുന്നത് ഈ സിദ്ദിഖ് സേട്ടുവാണ്. 4 സ്ത്രീകൾ, സഹോദരിമാർ എന്ന പേരിൽ 4 സ്ത്രീകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ഭാര്യയുടെ പേരോ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്നൊന്നും അതിൽ പറയുന്നില്ല. കൂടാതെ ഈ മരിച്ചുപോയ ആളിന് എന്തൊക്കെയായിരുന്നു, എവിടെയൊക്കെ ആയിരുന്നു പ്രോപ്പർട്ടി എന്ന് പറയുന്നില്ല. 3 സംസ്ഥാനങ്ങളിലായി ഒരുപാട് വസ്തുക്കളുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം പറയുന്നത് പിന്നെ ഇതിൽ ഒരു സിസ്റ്റർക്ക് ആൾറെഡി ഒരു ഭാഗം കിട്ടി, അവർ കൊണ്ടുപോയി. ഭാഗപത്രം നടക്കാതെ എങ്ങനെയാണ് ഈ ഒരാൾക്ക് മാത്രം അവകാശം സിദ്ധിക്കുന്നത്? ദാറ്റ് ഈസ് ആൾസോ നോട്ട് പോസിബിൾ. പിന്നെ വന്നിട്ട് ഈ 4 സ്ത്രീകളും അതിൽ ഏജന്റുകളെ വച്ചിട്ടാണ് ഒപ്പിട്ടിരിക്കുന്നത്. കൂടാതെ ഈ കുട്ടിക്ക് എന്താണ് കൊടുക്കുന്നത്, എവിടെയാണ് കൊടുക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു പരാമർശം പോലുമില്ല. അപ്പോ ഈ അതിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ എല്ലാം എയും ബിയും പട്ടികയായിട്ട് ഒരു ജിംബു ഭായിയും ഒരു ഫാത്തിമ ഭായിയും തമ്മിൽ പാർട്ടിഷൻ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോ ബാക്കി എന്താണ്? ഈ കുട്ടി ആരും മൈൻഡ് ചെയ്തില്ലേ? ആ കുട്ടി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏകദേശം 84 വയസ്സോ മിക്കവാറും ജീവിച്ചിരിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വളരെ വിചിത്രമായ നമ്മുടെ കോമൺ സെൻസിന് ദഹിക്കാത്ത രീതിയിലുള്ള ഒരു ഭാഗപത്രമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോ ലഭ്യമായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് മറ്റൊരു സംശയം തോന്നുന്നത്, ഈ സിദ്ദിഖ് സേട്ടു ആമിന എന്ന കുട്ടിക്ക് കിട്ടേണ്ടിയിരുന്ന വസ്തുവിൽ കൃത്രിമം കാട്ടിയിരിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? 100% കൃത്രിമം കാണിച്ചിട്ടുണ്ട്. കാരണം ഒന്ന്, ആ കുട്ടിക്ക് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് അതിന്റെ അച്ഛന്റെ വകയായിട്ട് കൊടുത്തിട്ടുള്ളതെന്ന് ഒരു രേഖയും ആ ഭാഗപത്രത്തിൽ മെൻഷൻ ചെയ്യുന്നില്ല. കുട്ടിയുടെ പേര് മാത്രം പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം ആ കുട്ടിക്ക് വേണ്ടി ഒപ്പിട്ടിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഉള്ള ഏറ്റവും നമ്മുടെ കണ്ടുപിടുത്തത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. കാരണം അതൊരു കുട്ടിയായിരുന്നു. ഇപ്പൊ ഒരു കുട്ടി ഒരു മൈനറുടെ അവകാശമുള്ള വസ്തു ഭാഗം ചെയ്യണമെങ്കിൽ കോടതിയിൽ നിന്നും ഒരു പ്രത്യേക ഉത്തരവ് വാങ്ങേണ്ടതാണ്. അങ്ങനെ ഒരു ഉത്തരവിനെ കുറിച്ചിട്ട് ഈ ഭാഗപത്രത്തിൽ പറയുന്നില്ല. അപ്പോൾ ഈ ഭാഗപത്രം നടത്തിയ സമയത്ത് ആ കുട്ടിക്ക് 8 വയസ്സായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഏതെങ്കിലും ഒരു മൈനറുടെ അവകാശം കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഭാഗപത്രത്തിലെ
അവകാശം ഏതെങ്കിലും വ്യക്തികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കൈമാറ്റം ചെയ്യാം, വിൽക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ എന്താണ് കാര്യം? ഈ കുട്ടി പ്രായപൂർത്തിയായി, അതായത് 16 വയസ്സ് കഴിഞ്ഞതിന് ശേഷം 3 വർഷത്തിനകത്ത് അത് കുട്ടിയായിരുന്നു, മൈനറായിരുന്ന സമയത്ത് നടന്ന ഭാഗപത്രത്തിൽ അതിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ അത് സിവിൽ കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള അവകാശം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ എത്രയൊക്കെ കൈ ആ വസ്തുക്കൾ മാറി പോയാലും അവരെയൊക്കെ കക്ഷി ചേർത്ത് ഈ കുട്ടിക്ക് ഒരു കേസ് കൊടുക്കാൻ പറ്റും. അതാണ് നിയമം. അങ്ങനെ ഇരിക്കെയാണ് ഈ പ്രമാണം കഴിഞ്ഞ് 3 വർഷത്തിനകത്ത് ഈ പറയുന്ന കലാകാരൻ സിദ്ദിഖ് സേട്ടു ആ കുട്ടിക്ക് കൂടി അവകാശമുള്ള, ഒരു മൈനറായ കുട്ടിക്ക് ചോദ്യം ചെയ്യാൻ അവകാശമുള്ള ഒരു വസ്തുവിനെ എടുത്തിട്ട് അള്ളാഹുവിന് വഖഫായി കൊടുത്തു. ഈ അടുത്ത ഇടയ്ക്ക് AP അഹമ്മദ് മാഷിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. അതില് ഫറൂഖ് കോളേജ് അന്ന് 1 ലക്ഷം രൂപ കൊടുത്താണ് ഈ വസ്തു വാങ്ങിയതെന്ന് പറയുന്നു. അതിനുള്ള രേഖകൾ അവിടെ കാണും. അപ്പോ ഇദ്ദേഹം അത് വഖഫാണെങ്കിൽ അത് 100% തെറ്റാണ്. കാരണം ആസ് ഓൺ ദാറ്റ് ഡേറ്റ് 1950 നവംബർ മാസം 1-ാം തീയതി അദ്ദേഹത്തിന് പരിപൂർണ അവകാശം ഉള്ള ഇത് വഖഫ് ഉണ്ടാക്കാൻ. കാരണം എന്താണ്? വഖഫ് ഉണ്ടാക്കിയാൽ തിരിച്ചു വരുന്നത്. ഈ കുട്ടിക്ക് പ്രായപൂർത്തി തികയുന്ന സമയത്ത് അള്ളാഹുവിനെ പ്രതിയാക്കിയിട്ട് കേസ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോഴും പറയും വൺസ് എ വഖഫ് ആൾവേസ് എ വഖഫ്. അതുപോലെയല്ല മനുഷ്യർക്ക് കൈമാറ്റം ചെയ്യുന്നത്. മനുഷ്യർക്ക് കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ അവരെ കക്ഷികൾ കൊണ്ട് കേസ് കൊടുക്കാം. അവർ ആൻസറബിൾ ആണ്, റെസ്പോൺസിബിൾ ആണ്. പക്ഷെ അള്ളാഹെ പ്രതിയാക്കി കേസ് കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് സിദ്ദിഖ് സേട്ടു 1950 എഴുതിയ ഡോക്യുമെന്റ് അത് യാതൊരു കാരണവശാലും ഒരു വഖഫ് ഉണ്ടാക്കാനുള്ള അധികാരമോ അവകാശമോ നിയമപരമായി സിദ്ദിഖ് സേട്ടുവിന് ഉണ്ടായിരുന്നില്ല. അപ്പോ ഈ വിഷയങ്ങളാണ് നമ്മുടെ സർക്കാരൊക്കെ അടിയന്തരമായി പരിഗണിക്കേണ്ടതും ഈ മുനമ്പത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ആശ്രയിക്കേണ്ട വേ ഓഫ് എക്സാമിനിങ് ദ തിങ്സ് ഈസ് ഇൻ ദിസ് വേ. വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന സ്ഥിതിക്ക് ഈ പ്രമാണങ്ങളും അതിലെ പുതിയ പുതിയ കണ്ടെത്തലുകളും ഒക്കെ മുനമ്പം ജനതയ്ക്ക് വളരെയധികം പ്രയോജനപ്പെടും എന്ന് താങ്കൾ കരുതുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, മുനമ്പം ജനത അത് വേണ്ട വിധത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുമോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇത് മുനമ്പത്തെ ആൾക്കാർക്ക് 100% ഉപയോഗപ്പെടും. കാരണം ഇത് കൊണ്ട് അങ്ങോട്ട് ഈ പ്രമാണങ്ങൾ കൊണ്ട് കോടതിയിൽ കൊടുത്തിട്ട് ആ കാര്യങ്ങളും പറഞ്ഞ് വായിച്ചു കഴിഞ്ഞാൽ ഒരു ട്രിബ്യൂണലിനും ഇനി മേലാൽ ഈ വസ്തു ഒരു വഖഫാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു കൊച്ചുകുട്ടിയുടെ അവകാശം ഉണ്ടായിരുന്ന വസ്തുവാണ്. അവരുടെ കൺസെന്റ് ഇല്ലാതെ അറിവ് സമ്മതം ഉണ്ടെങ്കിൽ തന്നെ പറ്റില്ല. കാരണം ഷി വാസ് എ മൈനർ. അപ്പോ ആ കുട്ടി മേജറായതിനു ശേഷം വീണ്ടും 3 വർഷം കഴിഞ്ഞ് ആ കുട്ടിയുടെ അറിവും സമ്മതത്തോടും കൂടി വേണമായിരുന്നു എങ്കിൽ ദൈവത്തിന് ഒരു വഖഫ് ഉണ്ടാക്കമായിരുന്നു. അല്ലാത്തത്തോളം കാലം ഈ പ്രോപ്പർട്ടി ഒരു വഖഫാണെന്ന് ഇനി വഖഫ് ബോർഡിന് പോലും പറയാൻ സാധ്യമല്ല. അവരുടെ എല്ലാവരുടെയും വായ മൂടിക്കെട്ടുന്ന ഒരു കണ്ടെത്തലാണ് ഇത്. ഇത് 100% മുനമ്പക്കാരെ സഹായിക്കും. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, അവര് നിയമപരമായ മാർഗത്തിൽ കൂടി യാത്ര ചെയ്യുന്നതിനും പകരം അവർ ഈ പബ്ലിക് സപ്പോർട്ടും പബ്ലിക് ഇൻട്രസ്റ്റും പിന്നെ ഈ ഇഷ്യൂവിനെ രാഷ്ട്രീയവൽക്കരിക്കാനും ഒക്കെയാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നതെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. കാരണം ഞാൻ 4 മാസമായിട്ട് അവർ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അവർ ട്രിബ്യൂണലിൽ പോയിട്ട് എത്രയും പെട്ടെന്ന് ഒരു അപ്പീൽ കൊടുക്കുന്നു. അത് ഇതുവരെ അവർ ശരിയാക്കത്തില്ല. പക്ഷേ അതുകൊണ്ട് ഈ ഡോക്യുമെന്റ് ഇതൊക്കെ നമ്മൾ കേട്ടു പറഞ്ഞ് നമ്മൾ തലേനെ അടിയിൽ വച്ചുകൊണ്ട് ഇരുന്നാൽ മുനമ്പക്കാർക്ക് ആ ഒരു ഉപയോഗം ഉണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി അങ്ങനെ പറയും. കാരണം ഞാൻ ഒരുപാട് 4 മാസമായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. പക്ഷെ അവർ പുല്ല് വിലയെ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഈ ഡോക്യുമെന്റുകൾ അടിയന്തരമായിട്ട് ട്രിബ്യൂണലിൽ ആ കേസിൽ കക്ഷിയാണെന്നത് പ്രൊഡ്യൂസ് ചെയ്യുക. ഈ രീതിക്കുള്ള വാദം ചെയ്യുക. ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വക്കീലിനോട് പറഞ്ഞ് എന്നോട് ബന്ധപ്പെടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ബി ആൾവേസ് അറ്റ് ഹിസ് ഡിസ്പോസൽ. എന്നെ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് ഉണരാൻ സമയമായി. പന്തം കൊളുത്തു, നിരാഹാരം കിടക്കൂ, സമരം ചെയ്യൂ, ഇതൊക്കെ ചെയ്യണം. പക്ഷേ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ വഖഫ് ട്രിബ്യൂണലിൽ പോയിട്ട് അപ്പീൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇല്ലാത്ത പക്ഷം വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് യാതൊരു സംശയം.
ഓക്കെ, ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്നും വളരെ വിശദമായി ഇതിന്റെ കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ താങ്കൾ സംസാരിച്ചു കഴിഞ്ഞു. അവസാനമായി ഒരു ചോദ്യം കൂടി. മുനമ്പം ജനതയോടും വഖഫ് ബോർഡിനോടും സർക്കാരിനോടും രാമചന്ദ്രൻ നായർ കമ്മീഷനോടും താങ്കൾക്ക് താങ്കളുടെ വിലയേറിയ വാക്കുകളിൽ എന്തൊക്കെയാണ് പറയാനുള്ളത്? അതിനു മുമ്പ് കഴിഞ്ഞ ചോദ്യത്തിനുള്ള മറുപടിയിലെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. അതായത് 2010 നവംബർ മാസം 23 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. അതിൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് കഡ്ജു ആയിരുന്നു. ആ കേസ് ബോർഡ് ഓഫ് വഖഫ് വെസ്റ്റ് ബംഗാൾ വേഴ്സസ് ആനിസ് ഫാത്മ ബീഗം ആൻഡ് അനദർ എന്നുള്ള കേസായിരുന്നു. സിവിൽ അപ്പീൽ നമ്പർ 5297 ആയിരുന്നു. ആ ജഡ്ജ്മെന്റിന്റെ 8ഉം 10ഉം ഖണ്ഡിക ഞാൻ ഒന്നിവിടെ വായിക്കാൻ പോവുകയാണ്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഇറ്റ് വാസ് സബ്മിറ്റഡ് ബൈ ഡോക്ടർ രാജീവ് ധവാൻ, learned senior counsel appearing for the appellant, that only the Waqf Tribunal has jurisdiction in the matter under the Waqf Act 1995, and hence the suit filed in the High Court was without jurisdiction. We agree. അതായത് 1995 വഖഫ് ആക്ട് പ്രകാരം വഖഫുമായി ബന്ധപ്പെട്ട ഏത് വിഷയം ഉണ്ടെങ്കിലും അത് ആദ്യം ഉന്നയിക്കേണ്ടത് വഖഫ് ട്രിബ്യൂണൽ മുന്നിലാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അടുത്തതായിട്ട്, in our opinion, all matters pertaining to waqfs should be filed in the first instant before the Waqf Tribunal constituted under section 83 of the Waqf Act 1995 and should not be entertained by the civil court or by the high court straight away under article 226 of the Constitution of India. ഇപ്പം മുനമ്പക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അനവധി റിപ്പറ്റീഷൻസ് അണ്ടർ ആർട്ടിക്കിൾ 226 ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് അവിടെ നിന്നും ന്യായം ലഭിക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും പാടില്ല. അപ്പോൾ ഇനി വർഷങ്ങളോളം ആ പെറ്റീഷൻസ് ഒരുപക്ഷെ അവിടെ പെൻഡിങ് ആയി നിലനിന്നേക്കാം. അവസാനം വഖഫ് ബോർഡിന് വേണ്ടി ഹാജരാകുന്ന വക്കീൽ ഈ ജഡ്ജ്മെന്റ് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഒരു റിട്ട് പെറ്റീഷനിൽ നിന്നും അവർക്ക് ഒന്നും തന്നെ ലഭിക്കുന്നത് അല്ല എന്ന് എനിക്ക് അസന്നിഗ്ധമായി ഇത്തരണത്തിൽ പറയാൻ കഴിയും. ഇനി ഇപ്പോഴത്തെ ചോദ്യത്തിലേക്ക് വരാം. അതായത് നാം മനസ്സിലാക്കേണ്ടത്, ഒരു വസ്തു വഖഫ് പ്രോപ്പർട്ടിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ഇന്ന് ഇന്ത്യയിൽ അധികാരപ്പെട്ട 2 സ്ഥാപനങ്ങളേ ഉള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. ഒന്ന് വന്നിട്ട് വഖഫ് ബോർഡ്, രണ്ടാമതായിട്ട് വഖഫ് ട്രിബ്യൂണൽ. വേറെ ഒരു അധികാരിക്കും, നമ്മുടെ അസംബ്ലിക്കോ അതല്ല ഇന്ത്യൻ പാർലമെന്റിനോ പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഇപ്പോൾ നിയമിതനായ ജസ്റ്റിസ് രാമചന്ദ്രൻ സാറിനോ ഒന്നും തന്നെ മുനമ്പത്തെ വസ്തു വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ഉള്ള അധികാരമോ അവകാശമോ ഇല്ല എന്നുള്ള കാര്യം നാം അടിയന്തരമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇപ്പോൾ ജസ്റ്റിസ് രാമചന്ദ്രൻ സാറിന്റെ കമ്മീഷനിൽ അതിന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ ഞാൻ ഇപ്പോൾ നടത്തിയ പഠനങ്ങൾ കൂടി ഉൾപ്പെടുത്തണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1950 നവംബർ മാസം 1 സിദ്ദിഖ് സേട്ടു എഴുതിയ ഒരു ആ പ്രമാണം വഖഫ് ഡീഡാണ്. ആണ് എങ്കിൽ അദ്ദേഹത്തിന് അത് വഖഫ് ഡീഡായി എഴുതാനുള്ള അധികാരം അവകാശം ഉണ്ടായിരുന്നു. അവിടെ ഒരു മൈനറായ പെൺകുട്ടിയുടെ അവകാശ ലംഘനം നടന്നിട്ടുണ്ടോ? രണ്ടാമതായി, അല്ല, അതൊരു ഗിഫ്റ്റ് ഡീഡ് ആയിരുന്നു. അതിനെ നിയമത്തിന്റെ കണ്ണിലൂടെ വിശദമായി അപഗ്രഹിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ അതിനെക്കുറിച്ച് ഒരു പ്രത്യേക ഫൈൻഡിങ് നടത്തണം. അതിനുശേഷം വേണമെങ്കിൽ ഉന്നതതല യോഗമോ സർവകക്ഷി യോഗമോ ഏത് ടൈപ്പിലുള്ള നടപടികളും സ്വീകരിച്ച ശേഷം ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും ഒത്തുചേർന്ന്, ഇത് അള്ളാഹയെ കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അവിടെ കള്ളമോ കപടമോ ചതിയോ ഒന്നും തന്നെ വരാൻ പാടില്ലാത്തതാണ്. ആ കാര്യം എല്ലാവരും മനസ്സിലാക്കി നിയമപരമായി. ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിലൊന്ന് നിയമവാഴ്ചയാണ്.
ഇപ്പോൾ ഭാഗ്യത്തിന് ഒരു റിട്ടയർഡ് ആക്ടിംഗ് ചീഫ് ഓഫ് ഹൈക്കോർട്ടാണ് നമ്മുടെ കമ്മീഷൻ ചെയർമാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഈ വിഷയങ്ങളൊക്കെ പഠിച്ച് എല്ലാ ഈഗോകളും മാറ്റിവെച്ച്, മുനമ്പങ്കാലം മാറ്റിവെക്കുക, വഖഫ് ബോർഡ് മാറ്റിവെക്കുക. നമ്മുടെ സമൂഹം നിലനിൽക്കേണ്ടതാണ്. ഇവിടെ മതസ്പർദ്ധ ഉണ്ടാവാൻ പാടില്ല. അത് വരും തലമുറകളെ കൂടി ബാധിക്കുന്ന ഒരു വലിയ കാര്യമാണെന്ന് മനസ്സിലാക്കി ഈ വിഷയത്തിന് നിയമപരമായി ഒരു ഫുൾ സ്റ്റോപ്പ് എന്നേക്കുമായി ഇടാൻ ഉള്ള നല്ല മനസ്സ് എല്ലാവർക്കും തോന്നും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഈ പ്രവർത്തനം, മുനമ്പങ്കാർക്ക് വേണ്ടിയുള്ള ഈ പ്രവർത്തനം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാം വിധി പോലെ വരട്ടെ. വേളാങ്കണ്ണിമാരുടെ മുന്നിൽ എൻ്റെ ഈ ഫൈൻഡിങ്സ് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ നിന്നും പിന്മാറുകയാണ്. നന്ദി, നമസ്കാരം. വളരെ സന്തോഷം. മുനമ്പം ജനത അവസരത്തിന് തുയർന്ന് ഈ കണ്ടെത്തലിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിക്കുമെന്നും സർക്കാരും വഖഫ് ബോർഡും സത്യം മനസ്സിലാക്കി മുനമ്പത്തിന്മേലുള്ള വഖഫ് ബോർഡിന്റെ ക്ലെയിം പിൻവലിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. നന്ദി.